2025 ജനുവരി മാസത്തെ PSCയുടെ എക്സാം പ്രോഗ്രാം കലണ്ടർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇലക്ട്രിക്കലിന്റെ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും എന്താ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പോ അതിലിപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് 30/1/2025 കേട്ടോ. 30/1/2025 തേഴ്സ്ഡേ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് തൊട്ട് നവംബർ 11 വരെ എന്താ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് തൊട്ട് നവംബർ 11 വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 16/1/2025 എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നുണ്ടാവും. 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പം ഇതിൽ 6575 പേര് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 6575 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 40-ന് മേലെ അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ സിലബസ് എന്താണെന്നില്ലാതെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സിലബസ് വന്നിട്ടുള്ളത്. ഇതിലിപ്പം മൊഡ്യൂൾ 1-ൽ വന്നിരിക്കുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് കറന്റ്, അതേപോലെ ബേസിക് ആയിട്ടുള്ള ടേംസ്, അതേപോലെ സോൾഡർ, ഫ്ലക്സ് എന്താണെന്ന്, അതേപോലെ കണ്ടക്ടേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ടുള്ളത്. അതിന് 10 മാർക്കാണുള്ളത്. പിന്നെ രണ്ടാമത് നമ്മളുടെ റെസിസ്റ്റർ, കറന്റ്, അതേപോലെ വോൾട്ടേജ്, അതേപോലെ ACL, KVL, അതേപോലെ ഓംസ് ലോ, അതുപോലെ ബീസ്റ്റോൺ ബ്രിഡ്ജ്, അതുപോലെ ഇഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, അതേപോലെ വർക്ക് പവർ എനർജി എഫിഷ്യൻസി കാര്യങ്ങൾ, അതേപോലെ ഹീറ്റിംഗ്, അതൊക്കെയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ സബ് പാർട്ടായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂളിലെ സബ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് രണ്ടും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 10 മാർക്കുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ വന്നിരിക്കുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ് ആണ്. അതിൽ ഇലക്ട്രോളിസ് വന്നിട്ട് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസ് വന്നിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ, അതേപോലെ പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, അതുപോലെ മെത്തേഡ് ഓഫ് ചാർജിങ് കാര്യങ്ങൾ, അതുപോലെ മെയിൻ്റെനൻസ് ഓഫ് സെൽസ്. ഓക്കെ, അതൊക്കെയാണ്. അതിനൊക്കെ എന്താ 10 മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ വയറിംഗ് ആൻഡ് എർത്തിങ് ആണ്. ഓക്കെ, അതിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് എർത്തിങ്, അതേപോലെ റൂൾസ്, ഓക്കെ, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസറീസ്, അല്ലെ, അതിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അവിടെ എന്താ മൂന്നാമത്തെ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ബി പാർട്ടിൽ എന്താ വന്നിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകാൻസൻ ലാമ്പ്, അത് ഇലുമിനേഷന്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ ഫ്ലൂറസൻ ട്യൂബ്, CFL, നിയോൺ, അതുപോലെ ഹാലജൻ കാര്യം, വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, അത് രണ്ടും കൂടിയിട്ടാണ് 10 മാർക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാലാമത്തെ മൊഡ്യൂളായിട്ട് വന്നിട്ടുള്ളത് മാഗ്നറ്റിക്സ് ആണ്. മാഗ്നറ്റിസത്തില് മാഗ്നറ്റ്സ്, അതേപോലെ അതിന്റെ മെത്തേഡ്സ് ഓഫ് മാഗ്നറ്റൈസിങ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, പിന്നെ പ്രോപ്പർട്ടീസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ്, അതൊക്കെയാണ് പറയുന്നത്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, അതേപോലെ ലെൻസസ് ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ MMF. ഓക്കെ, അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹിസ്റ്ററീസ്, എഡി കറന്റ്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂൾ വന്നിട്ടുള്ളത് AC ആൻഡ് പോളിഫേസ്, ആൾട്ടർനേറ്റിംഗ് കറന്റ് പോളിഫേസ്. 10 മാർക്കാണ് അവിടെ ഉള്ളത്. അതായത് നമ്മുടെ AC ഫണ്ടമെന്റൽസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ പറയുന്നുണ്ടാവുക. ഓക്കെ, പി ഫാക്ടർ, ഫോം ഫാക്ടർ. ഓക്കെ, അതുപോലെ RMS വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്. ഓക്കെ, പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് ആറാമത്തെ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. ഓക്കെ, സെമി കണ്ടക്ടർ, അറ്റോമിക് സ്ട്രക്ചർ എന്താണ്, P ടൈപ്പ്, N ടൈപ്പ് മെറ്റീരിയൽസ് എന്താണ്, PN ജംഗ്ഷൻ എന്താണ്, അതുപോലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതുപോലെ ആ ഒരു ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻസ്, LED, ഡയാക്ക്, അതേപോലെ UJT, SCR, അതൊക്കെ കൂടിയിട്ട് 10 മാർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ DC മെഷീൻസ് ആണ്. DC ജനറേറ്ററും DC മോട്ടറും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്, 10 മാർക്ക്. പിന്നെ എട്ടാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ AC മെഷീൻസ് ആണ്. ഓക്കെ, അപ്പോ ആൾട്ടർനേറ്റർ, സിഗ്നോസ് മോട്ടോഴ്സ്, അതേപോലെ ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതൊക്കെയാണ് എന്ത് ചെയ്യാം എട്ടാമത്തെ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. അതിന് 10 മാർക്ക് അവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഒമ്പതാമത്തെ മൊഡ്യൂൾ ട്രാൻസ്ഫോമേഴ്സും പവർ ട്രാൻസ്ഫോമേഴ്സും എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം 10 മാർക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്താമത്തെ മൊഡ്യൂള് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ വന്നിട്ടില്ല, സബ്സ്റ്റേഷൻ, ഇൻഡോർ, ഔട്ട്ഡോർ, അതുപോലെ പോൾ മൗണ്ടിങ്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ. പിന്നെ UG കേബിളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 മാർക്ക്. അപ്പൊ ടോട്ടല് 10 മൊഡ്യൂള് 100 മാർക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ സിലബസിനെക്കാട്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താ കോമൺ എക്സാം ആയിട്ട് നടത്താറുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.